പുതിയ വേഷം, പുതിയ രൂപം, പുതിയ ഭാവം. സൂപ്പർ കളർ. ഇത് പർപ്പിൾ അല്ലേ? പർപ്പിൾ. വെരി ഗുഡ് വെരി ഗുഡ്. അതെ, മുടിയൊക്കെ കുറച്ചുകൂടെ കേൾ ചെയ്ത് വെച്ചല്ലേ? ഓൾറെഡി ഇങ്ങനെയാ ചുരുണ്ട മുടിയ? അല്ല, കേളിയതാ. എന്തുണ്ട് വിശേഷം? ഞാൻ ഈ പ്രാവശ്യം വീട്ടിൽ പോയപ്പോല്ലേ, എനിക്കൊരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ അമ്മയോട് പാട്ട് മാത്രം പാടിയാ പോരല്ലോ അമ്മ, എന്തേലും സംസാരിക്കണ്ടേന്ന്. അപ്പം അമ്മ പറഞ്ഞ് ഞാൻ ശരിയാക്കാം, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം വൈകുന്നേരം അടുക്കളപ്പുറത്ത് അമ്മയുടെ ഒരു സ്കൂളിലെ അടുത്ത ടീച്ചറുണ്ട്, പ്രിയ ടീച്ചർ എന്നാ പേര്. അപ്പൊ ടീച്ചറിനെ വിളിച്ച് ചോദിക്കുന്നു. അപ്പം ടീച്ചർ പറഞ്ഞു കൊടുത്ത് എനിക്ക് പറയാനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്തോ അമ്മ പറഞ്ഞത് കറക്റ്റ് ആണോ, അത് കുഴപ്പമില്ലയോ അല്ലയോ എന്നറിയാൻ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചത്. എന്നിട്ട് അതാ ഞാൻ അവിടെ പറഞ്ഞത്. ആദരണീയനായ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ നന്ദി നമസ്കാരം. പിന്നെന്തായിരുന്നു ബാക്കി എന്താ പറഞ്ഞേ? പിന്നെന്താ പറഞ്ഞു? ഇപ്പൊ സ്കൂളിലുള്ള എല്ലാവരും അറിഞ്ഞില്ലേ ഇത് കാണാതെ പഠിച്ചു വന്നതാന്ന്? എനിക്കൊരു സംശയം, ഈ ടോപ്പ് സിംഗറിന്റെ വേദിയിലെ ദുർഗു പ്രസംഗിക്കാൻ വരാണ്. ഓക്കെ, 1 മിനിറ്റ് പ്രസംഗം. അതെ, ഇഷ്ടമുള്ള വിഷയം. സഹൃദയ നാട്ടുകാരെ, വീട്ടുകാരെ, എന്റെ സൈഡിൽ ഇരിക്കുന്ന MJ സാർ. അവിടെ ക്യാമറ നോക്കി പറയണം, ഓഡിയൻസിന്റെ അടുത്താണ്. അമ്മ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണത്, അത് നമുക്ക് കേൾക്കാം. അല്ല, ഈ ഒരു പ്രസംഗം ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു കൊടുത്തു. കൺക്ലൂഡ് ചെയ്തത് അച്ഛനാ. അപ്പൊ അച്ഛന്റെ കയ്യിൽ കൊടുക്കാം. അച്ഛന്റെ കോട്ടിൽ ബോൾ ഇടണ്ട. അവന് അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക്. ബഹുമാനപ്പെട്ട ജഡ്ജസ്, പ്രിയപ്പെട്ട എന്റെ ഓർക്കസ്ട്ര ടീം, ഒപ്പം തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഫ്ലവേഴ്സ് ക്രൂ, എല്ലാവർക്കും എന്റെ നമസ്കാരം. അച്ഛന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എല്ലാം തലമുറയായിട്ട് അപ്പത്തേക്കും അച്ഛൻ ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അമ്മ പറയും, ഒന്ന് പറ. ഓക്കെ, ഒരു കോണ്ടെക്സ്റ്റ് കൂടെ പറഞ്ഞുതരാം. ടോപ്പ് സിംഗറിന്റെ 150ാമത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ, അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നതാണ് നമ്മുടെ ദുർഗു. ഓക്കെ, ഒരു വാക്ക്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഈ വേദിയിൽ വിളിച്ചതിന്. പിന്നെ ടോപ്പ് സിംഗറിന്റെ 150ാമത്തെ എപ്പിസോഡിൽ എന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിന് വളരെയധികം നന്ദി. ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. അതുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചതിന് നന്ദി. നന്ദി, നമസ്കാരം. കഴിഞ്ഞ 1 മിനിറ്റ് ഇതോടുകൂടി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതുവരെ ഇത് കേട്ടോണ്ടിരുന്ന നിങ്ങളെല്ലാം സമ്മതിച്ചിരിക്കുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു. പാട്ട് ഏതാണ്? താമരക്കണ്ണൻ ഉറങ്ങണം. അത് തന്നെ, താമരക്കണ്ണൻ. വാത്സല്യല്ലേ സിനിമ? അതാണ്, വാത്സല്യാണ്. ഈ എപ്പിസോഡിന് ഏറ്റവും പറ്റിയ ഒരു പാട്ടാണ്. അത് എഴുതിയത് കൈതപ്പുറം സാർ, മ്യൂസിക് SP വെങ്കടേഷ് സാർ. ഇതില് മമ്മൂക്കയുടെ സിനിമയാണ്. കൊച്ചിൻ ഹനീഫ സാറ്, കൊച്ചിൻ ഹനീഫ മേലെടുത്ത് രാഘവൻ നായർ, കൊച്ചിൻ ഹനീഫൊക്കെ ഡയറക്ട് ചെയ്ത മൂവി. അദ്ദേഹം ഡയറക്ട് ചെയ്ത മൂവിയാണ്. ഇതിന് വർഷം ഏതായിരുന്നു? 1993. ഒരു കാര്യോടെ എനിക്ക് പറയാനുണ്ട്. പ്രസംഗമാണോ? ഈ പാട്ട് എനിക്കും എന്റെ അനിയനും എന്റെ അമ്മ പാടിത്തരുമായിരുന്നു. എനിക്കും അവനും ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയും പാടുവോ? അമ്മ ചെറുതായിട്ട്. അമ്മയ്ക്ക് പ്രസംഗം മാത്രമല്ല, പാട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇന്ന് അവന്റെ ബർത്ത്ഡേയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പാട്ട് അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. ഹാപ്പി ബർത്ത്ഡേ. ദർശൻ. അപ്പൊ ദർശന് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരീരം രാരീരം രാരാരോ രാരീ രാരീ രാരാരോ. താമര കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങി.
വെരി ഗുഡ് മോളത്. അപ്പൊ ഇന്ന് 2 പേർക്കും കൂടെ ആവട്ടെ മാർക്ക്. ഇന്ന് ദുർഗക്കുട്ടിക്കും ദുർഗക്കുട്ടിയുടെ അമ്മയ്ക്കും കൂടിയിട്ടാണ് ഞാൻ മാർക്ക് പറയാൻ പോകുന്നത്. 96 out of 100.